ഹലോ ഡിയർ സ്റ്റുഡൻസ്, 2025 കേരള എൻട്രൻസ് പരീക്ഷയ്ക്ക് ഒരുക്കമായി ദർശന അക്കാഡമി നടത്തിവരുന്ന റിവിഷൻ സീരീസ് കീമസ് ഓൺ റിവിഷൻ പ്രോസസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക +1 ഫിസിക്സിലെ ഏറ്റവും അവസാനത്തെ 5 ചാപ്റ്ററുകൾ: തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്, ദെൻ ഓസിലേഷൻ ആൻഡ് വേവ്സ്. ഇത്രയും ചാപ്റ്ററുകളാണ്. 2024 എൻട്രൻസ് പരീക്ഷയിൽ ഓൺലൈനായിട്ട് വ്യത്യസ്ത ദിവസങ്ങളിൽ പല ഫേസസിൽ നടന്ന പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത് തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്, അതിനുശേഷം തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പിന്നെ നമ്മളുടെ വേവ്, ഓസിലേഷൻ, അത്രയും ടോപ്പിക്കിൽ നിന്നാണ്. ഇന്ന് നമ്മൾ ആദ്യം പരിചയപ്പെടുക തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഏരിയാസ്. അതിലാദ്യം തെർമൽ എക്സ്പാൻഷൻ ഇൻ സോളിഡ്സ്. നമുക്കറിയാം, സോളിഡ് സ്റ്റേറ്റുള്ള വസ്തുവിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പാൻഷൻ സംഭവിക്കും ലെന്ത് വൈസ്, ഏരിയ വൈസ്, വോളിയം വൈസ്. ആ എക്സ്പാൻഷൻസ് പ്രകാരം 3 ടൈപ്പ് എക്സ്പാൻഷൻസ്: ലിനിയർ, ഏരിയൽ ആൻഡ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ. ആദ്യം ലെന്ത് വൈസ് ഉള്ള എക്സ്പാൻഷൻ, ലിനിയർ എക്സ്പാൻഷൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെന്ത് ഓഫ് ദി റോഡ്, മെറ്റൽ റോഡ് ആഫ്റ്റർ ഹീറ്റിംഗ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല L = L0 × 1 + alpha delta T, where L0 is original length, ഹീറ്റ് ചെയ്യുന്നതിന് മുൻപേ ഉള്ള ലെന്ത്. ഡെൽറ്റ ടി ഈസ് റൈസിംഗ് ടെമ്പറേച്ചർ, ആൽഫ ഈസ് linear expansion coefficient, and alpha, which is equal to changing length divided by original length per rising temperature, and that is the linear expansion coefficient alpha. And second one, aerial expansion. Area of the rod after heating കണ്ടുപിടിക്കാം. A is equal to A0 × 1 + beta delta T, where beta is aerial expansion coefficient and the expression become beta equal to delta A, changing area per original area per rising temperature. And third one, cubical expansion based on volume. So volume of a rod after heating, V = V0 × 1 + gamma delta T, where V0 is original volume before heating and gamma is cubical expansion coefficient, and gamma equal to changing volume by original volume per rising temperature, and that is the expression of gamma. ഇതേപോലെ തന്നെ ആ സോളിഡ് സ്റ്റേറ്റിലുള്ള വസ്തുവിൻ്റെ ഡെൻസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള വേരിയേഷൻ എപ്രകാരം, വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡെൻസിറ്റി റോ = ρ0 × 1 - ഗാമ ഡെൽറ്റ ടി. ആദ്യം നമ്മൾ കണ്ട ലെന്ത്, വോളിയം, ഏരിയ, ഇവ മൂന്നും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അവ കൂടുകയാണ്. എന്നാൽ ഡെൻസിറ്റിയെ സംബന്ധിച്ച് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റി കുറയുക, 1 - ഗാമ ഡെൽറ്റ ടി. സോ ഇവിടെ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും, on heating a solid object, their length, area and volume are increases with increasing temperature, but density decreases with increasing temperature. ഇനി അടുത്ത് നമുക്ക് പരിചയപ്പെടേണ്ടത്, ഇപ്പോൾ നമ്മൾ കണ്ട ആൽഫ, ബീറ്റ, ഗാമ 3 എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ. ആ റേഷ്യോ എന്ന് പറയുന്നത് 1:2:3. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ആൽഫ, ബീറ്റ, ഗാമ, ആ ഓർഡർ, ഗ്രീക്ക് ആൽഫബറ്റ്, ആ ഓർഡർ തന്നെ അതിൻ്റെ റേഷ്യോ 1:2:3. അങ്ങനെയെങ്കിൽ ആൽഫ ബൈ ബീറ്റ, ലിനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ ടു ഏരിയൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ, റേഷ്യോ ബിക്കം 1/2. അങ്ങനെയെങ്കിൽ ആൽഫ ബൈ ഗാമ എത്രയാണെന്ന് നമ്മോട് ചോദിച്ചാൽ നമ്മൾ പറയും 1/3. ആൽഫ ബൈ ബീറ്റയിൽ നിന്ന് ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ എഴുതാൻ പറഞ്ഞാൽ ബീറ്റ = 2 ആൽഫയാ. അപ്പോൾ ഇവിടെ നിന്ന് ഗാമയും ആൽഫയും തമ്മിലുള്ള റിലേഷൻ ഗാമ ഈസ് = 3 ആൽഫ. ആ റിലേഷനും നമുക്ക് ഇവിടെ എഴുതാൻ സാധിച്ചു. ഇനി യാദൃച്ഛികമായിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, വട്ട് ഈസ് ദി റേഷ്യോ ബീറ്റ ബൈ ഗാമ? ബീറ്റ ബൈ ഗാമ ഈസ് 2/3. അപ്പോൾ ഗാമ എന്താണ്? 3/2. 3/2 ബീറ്റ. 3/2 ഈസ് 1.5 ടൈംസ് ബീറ്റ. ഇപ്പം നമ്മൾ കണ്ട ആൽഫ, ബീറ്റ, ഗാമ, അവയെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവ തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ ചോദിക്കാം.
അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരൊറ്റ റിലേഷൻ ഓർത്തിരിക്കുക. ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ ഈക്വൽ ടു 1:2:3. ഇതാ നമ്മുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ. കോഎഫിഷ്യൻ്റ് ഓഫ് ലിനിയർ എക്സ്പാൻഷൻ ഓഫ് അലുമിനിയം നമുക്ക് തന്നിരിക്കുന്നു 2.5 × 10⁻⁻⁵. ലിനിയർ എക്സ്പാൻഷൻ മീൻസ് ആൽഫയാണ് തന്നിരിക്കുന്നത്. ഇറ്റ്സ് കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ബീറ്റ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ആൽഫ ബൈ ബീറ്റ റേഷ്യോ എന്ന് പറയുന്നത് 1/2 ആണ്. ആൻഡ് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ബീറ്റ ഈസ് ഇക്വൽ ടു 2 times ആൽഫയാണ്. 2 into ആൽഫ എന്ന് പറയുന്നത് 2.5 × 10⁻⁻⁵ ആണ്. സോ ദാറ്റ് വാല്യൂ ബിക്കം 5 × 10⁻⁵. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. അപ്പോൾ ഇതേ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ സോൾവ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു 3 റിലേഷൻ ഇനി നമ്മളോട് യാദൃച്ഛികമായിട്ട് ഇവിടെ ഏരിയൽ എക്സ്പാൻഷന് പകരം ക്യൂബിക്കൽ എക്സ്പാൻഷനാണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് എങ്കിൽ ഗാമ ഈക്വൽ ടു 3 ആൽഫയാണ്. അപ്പോൾ 3 × ആൽഫ 2.5, ആൻസർ എത്ര വരും? 7.5 × 10⁻⁻⁵ ആയിരുന്നേ ക്യൂബിക്കൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ വോളിയം എക്സ്പാൻഷനാണ് ചോദിച്ചിരുന്നത് എങ്കിൽ. അടുത്തത് നമുക്ക് പരിചയപ്പെടേണ്ടത് തെർമൽ സ്ട്രെസ്. സാധാരണ സ്ട്രെസ് എന്ന് പറയുന്നത് പ്രഷർ അല്ല മറ്റൊരു പേരാണ് സമ്മർദ്ദം. പ്രഷർ അതുണ്ടാവുന്നത് ടെമ്പറേച്ചർ മൂലം ഒരു സോളിഡ് സ്റ്റേറ്റുള്ള വസ്തുവിൽ ഉണ്ടാവുന്ന ആ പ്രഷർ സ്ട്രെസ്സിന് പറയുന്ന പേരാണ് തെർമൽ സ്ട്രെസ്. ഫോർ എക്സാമ്പിൾ, സോളിഡ് സ്റ്റേറ്റുള്ള ഈ പേന 2 റിജിഡ് സപ്പോർട്ട് ഇപ്പം നമ്മുടെ കൈകളുടെ ഇടയിൽ ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ബോട്ടത്തിൽ ഇതിനെ ചൂടാക്കുകയാണ്, ഹീറ്റ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ഹീറ്റിംഗ് മൂലം ഇത് ലിനിയറായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമം നടത്തും. പക്ഷേ അവ ലിനിയറായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം 2 എൻഡുകളിൽ ഇപ്രകാരം ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിരിക്കുകയാണ് എക്സ്പാൻഡ് ചെയ്യാതിരിക്കുവാൻ വേണ്ടി. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്തേ മതിയാവൂ. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? പതുക്കെ ഇത് വളയാൻ വേണ്ടി തുടങ്ങും, ബെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോൾ അതിന്മേലിലുണ്ടാവുന്ന ആ റോഡിന്മേലിലുണ്ടാവുന്ന ആ സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് തെർമൽ സ്ട്രെസ്. ഇപ്പോൾ 2 റിജിഡ് സപ്പോർട്ട്, അതിന് ഇടയിലായിട്ട് ഒരു മെറ്റാലിക് റോഡ് വെച്ചിരിക്കുന്നു. അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്നതിന് മുൻപ് ലെന്ത് L0 ആയിരുന്നു. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ബെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോഴുള്ള ലെന്ത് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ചിങ് ലെന്ത് ഈക്വൽ ടു ആൽഫ ഇൻറ്റു L0 ഇൻറ്റു ΔT. അവിടെ നിന്ന് changing length by L0 equal to alpha delta t. This ratio of length is known as strain due to ലെന്തിലുണ്ടാവുന്ന സ്ട്രെയിൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിഡ് സ്റ്റേറ്റുള്ള മെറ്റൽ റോഡിൻ്റെ എൻസ് മോഡുലസ് ഡിഫൈൻ ചെയ്യാൻ. എങ്ങനെയാണ് ഒരു വസ്തുവിൻ്റെ എൻസ് മോഡുലസ് y ഈസ് ഡിഫൈൻഡ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ. Therefore stress equal to stress എന്ന് പറയുന്നത് y into strain ആണ്. എൻസ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ. ദറ്റ് ഈസ് y into സ്ട്രെയിൻ ഇവിടെ കണ്ടു ΔL/L0 ആണ്. ഓർ y ഈക്വൽ ടു ΔL/L0 എന്ന് പറയുന്നത് ആൽഫ ഡെൽറ്റ ടി. ആൻഡ് ദറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ സ്ട്രെസ് ഡ്യൂ ടു ടെമ്പറേച്ചർ. ഇപ്പോൾ സ്ട്രെസ് ഡ്യൂ ടു ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല y ആൽഫ ഡെൽറ്റ ടി. ഇപ്പോൾ തെർമൽ സ്ട്രെസ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ടേം ഹീറ്റ് കപ്പാസിറ്റി. 2 രീതിയിലുള്ള ഹീറ്റ് കപ്പാസിറ്റീസ് ആണ് നമുക്ക് ആ ടോപ്പിക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് മൂലമുണ്ടാവുന്ന ഹീറ്റ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തേത് സ്റ്റേറ്റ് ചേഞ്ചിന് അനിവാര്യമായ ഹീറ്റ്. ഇപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്ന ഹീറ്റിനെ സ്പെസിഫിക് ഹീറ്റ് എന്നും സ്റ്റേറ്റ് ചേഞ്ച് അവസ്ഥയിലുണ്ടാവുന്ന ചേഞ്ചസിന് അനിവാര്യമായ എമൗണ്ട് ഓഫ് ഹീറ്റ് സ്റ്റേറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളത് ലേറ്റൻ ഹീറ്റ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. അതിൽ സ്പെസിഫിക് ഹീറ്റ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ സി, ലേറ്റൻ ഹീറ്റ് ക്യാപിറ്റൽ എൽ. സ്പെസിഫിക് ഹീറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് പെർ യൂണിറ്റ് മാസ് പെർ റൈസിങ് ടെമ്പറേച്ചർ. അതാണ് സ്പെസിഫിക് ഹീറ്റ്. അത് ലേറ്റൻ ഹീറ്റ് വരുമ്പോൾ ആ ടെമ്പറേച്ചറിൻ്റെ ടൈം അവിടെ ഉണ്ടാവില്ല. Q/m, ദറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ലേറ്റൻ ഹീറ്റ്. ഇപ്പോൾ സ്പെസിഫിക് ഹീറ്റായി ലേറ്റൻ ഹീറ്റായി. ഇനി സ്പെസിഫിക് ഹീറ്റിൻ്റെ യൂണിറ്റ്, പ്രാക്ടിക്കൽ യൂണിറ്റ് കലോറി, ഗ്രാം ഇൻവേഴ്സ്, ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ്. ലേറ്റൻ ഹീറ്റിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് കലോറി പെർ ഗ്രാം, കലോറി ഗ്രാം ഇൻവേഴ്സ്.
2 യൂണിറ്റുകൾ നമ്മൾ അവിടെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി സ്പെസിഫിക് ഹീറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു വസ്തു അതിലെ ടെമ്പറേച്ചർ ചേഞ്ച് കറസ്പോണ്ടിങ്. നമുക്കറിയാം ആ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആ വസ്തുവിൻ്റെ അവസ്ഥ മാറുന്നതിനനുസരിച്ച് വ്യത്യാസമുണ്ടാകും. ഫോർ എക്സാമ്പിൾ, വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 ആണ്. ഏത് യൂണിറ്റിൽ? പ്രാക്ടിക്കൽ യൂണിറ്റ് 1 കലോറി ഗ്രാം ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് ആണ്. എന്നാൽ വാട്ടറിൻ്റെ അവസ്ഥ സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ ഐസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് വാട്ടറിൻ്റെ നേർപകുതിയാണ്, 0.5 കലോറി ഗ്രാം ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത അത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഇതേപോലെ തന്നെ ലേറ്റന്റ് ഹീറ്റ്, ആ വസ്തുവിൻ്റെ അവസ്ഥയ്ക്ക് ചേഞ്ച്, സോളിഡിനെ ലിക്വിഡ് ആവുന്ന പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? മെൽട്ടിംഗ് ആണ് അല്ലേ. അതേപോലെ തന്നെ ലിക്വിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സ് വേപ്പറൈസേഷൻ. ഇനി ഗ്യാസ് സോളിഡ് ആവുന്ന പ്രോസസ്സ് ഹോർഫ്രോസ്റ്റ് ആണ്. തിരിച്ച് സോളിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സ് സബ്ലിമേഷൻ ആണ്. അതുപോലെ തന്നെ ഗ്യാസ് ലിക്വിഡ് ആവുന്ന പ്രോസസ്സ് കണ്ടൻസേഷൻ ആണ്. ലിക്വിഡ് സോളിഡ് ആവുന്ന പ്രോസസ്സ് ഫ്രീസിങ് അല്ലെങ്കിൽ ഫ്യൂഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇനി വാട്ടറിനെ സംബന്ധിച്ച് ഈ 3 അവസ്ഥകളിൽ കൂടെയും വാട്ടർ ഡിഫൈൻ ചെയ്യാം. വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റുള്ള അവസ്ഥയാണ് ഐസ് വാട്ടർ ആവാൻ എടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് മെൽട്ടിംഗ്. തിരിച്ച് വാട്ടർ ഐസ് ആവാൻ എടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അപ്പം എത്രമാത്രം ഹീറ്റ് കൊടുത്താണ് ഐസ് വാട്ടർ ആവുന്നത്, അത്രയും തന്നെ ഹീറ്റ് വാട്ടറിൽ നിന്ന് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ആ വാട്ടർ എന്തായിട്ട് മാറുന്നു? ഐസായിട്ട് മാറുന്നു. ആ ഹീറ്റിന് പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് LF. ആ വാല്യൂ എന്ന് പറയുന്നത് ഐസ് വാട്ടർ സിസ്റ്റത്തിൽ 80 കലോറി പെർ ഗ്രാം. അപ്പോൾ ഒരു ഗ്രാം ഐസ് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാൻ എത്രമാത്രം ഹീറ്റ് വേണം? 80 കലോറി. ഇതേപോലെ തന്നെ 1 ഗ്രാം വാട്ടർ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ എത്രമാത്രം ഹീറ്റ് കൊടുക്കണം? ആ ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു LV. ആൻഡ് ദാറ്റ് വാല്യൂ ഈസ് 540 കലോറി പെർ ഗ്രാം ആണ്. അപ്പോൾ 1 ഗ്രാം ഐസ് വാട്ടർ ആവാൻ 80 കലോറി മതി. പക്ഷേ 1 ഗ്രാം വാട്ടർ വേപ്പർ ആവാൻ വേണ്ടി എത്ര വേണം? 540 കലോറി വേണം. അപ്പോൾ എളുപ്പം നടക്കുന്ന പ്രോസസ്സ് ഏതാ? കുറച്ച് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഐസിനെ നമുക്ക് എളുപ്പത്തിൽ വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അവിടെ 2 കൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മറ്റൊന്ന് ലേറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഡിഫൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച് ആൻഡ് ലേറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി ഡിഫൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് സ്റ്റേറ്റ് ചേഞ്ചിനെ അടിസ്ഥാനമാക്കി. അടുത്തത് കൺസർവേഷൻ ഓഫ് ഹീറ്റ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം വൺ ഫോം ടു അനദർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു അയൺ ബോള്, ഇവിടെ നമ്മളൊരു അയൺ ബോള് കൺസിഡർ ചെയ്തു. ഈ അയൺ ബോള് താഴേക്ക് ഇങ്ങനെ വീഴുകയാണ്. അത് വീണത് ഒരു ഫ്ലോറിലേക്കാണ് വന്ന് വീണതെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അയൺ ബോള് ഈ ഫ്ലോറിൽ വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഹൈറ്റ് ഹൈറ്റിൽ നിന്നാണ് താഴോട്ട് പോരുന്നത്. അപ്പോൾ അതുമൂലം അത് അക്വയർ ചെയ്യുന്ന എനർജി, പൊട്ടൻഷ്യൽ എനർജിയാണ്. ആ ഫ്ലോറിൽ വന്ന് ബോൾ കൊളൈഡ് ചെയ്യുന്നു. ആ കൊളീഷൻ ആഫ്റ്റർ എഫക്റ്റായിട്ട് അവിടെ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈ ബോളിൽ ഉണ്ടാവുന്നു. ആ ഹീറ്റ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ അല്ലേ. ആ ഹീറ്റ് ഉണ്ടാവാനുള്ള കാരണം ഡ്യൂ ടു ഫാളിംഗ് ആണ്. ഫാളിംഗ് മൂലം ഉണ്ടാവുന്ന എനർജി ഏത്? പൊട്ടൻഷ്യൽ എനർജി. ആൻഡ് ദറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു MC ഡെൽറ്റ T ആൻഡ് എനർജി ഡ്യൂ ടു റൈസിങ് ടെമ്പറേച്ചർ. എനർജി കൺസേർവ്ഡ്, പൊട്ടൻഷ്യൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അടുത്ത സിറ്റുവേഷനിൽ ഈ അയൺ ബോളിൻ്റെ സ്ഥാനത്ത് ഒരു ഐസ് ബ്ലോക്ക് ആണ് താഴേക്ക് വീഴുന്നത്. ഐസ് ബ്ലോക്ക് താഴെ ഫ്ലോറിൽ വന്ന് വീണ് കഴിയുമ്പോൾ ഐസ് എന്തായിട്ട്? ഐസ് ബ്ലോക്ക് അത് പൊട്ടി മെൽറ്റ് ചെയ്തു എന്താവും? വെള്ളമാവും, വാട്ടർ ആവുന്നു. അപ്പോൾ ഹൈറ്റിൽ നിന്നാണ് ഈ ഐസ് ബ്ലോക്ക് താഴേക്ക് വീണതെന്ന് വിചാരിക്കുക. അക്വയർ ചെയ്യുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജി mgh. അതുമൂലം ഐസിൻ്റെ അവസ്ഥ ചേഞ്ച് ചെയ്തു, വെള്ളമായി. അപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് ആണ്. സോ M ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. സോ mgh ഈക്വൽ ടു M ഇൻറ്റു LF. അടുത്ത സിറ്റുവേഷൻ. ഇനി
അടുത്ത കേസ് എന്ന് പറയുന്നത് ഈ അയൺ ബോൾ താഴേക്ക് വീഴുന്നതിന് പകരം v വെലോസിറ്റിയിൽ നേരെ തിരിച്ച് ഒരു ഭിത്തിയിലേക്ക് എറിയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ v വെലോസിറ്റി ഭിത്തിയിലേക്ക് എറിയുമ്പോൾ ആ ബോൾ അക്വയർ ചെയ്യുന്ന എനർജി ഏതാണ്? കൈനറ്റിക് എനർജി ½ mv². അത് നമ്മുടെ വാളിൽ പോയി കൊളൈഡ് ചെയ്തു. അവിടെ ആ ബോളിൽ ഒരു എനർജി, ഒരു ചെറിയ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഡ്യൂ ടു ഡിഫറെൻറ്റ് ചേഞ്ചിങ് ടെമ്പറേച്ചേഴ്സ് mc∆T. കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ്. ഇതേപോലെ അൺബോളിൻ്റെ സ്ഥാനത്ത് ഒരു ഐസ് ബ്ലോക്കാണ് ഈ വാളിലേക്ക് നമ്മൾ എറിയുന്നത് എന്നുണ്ടെങ്കിൽ ഇത് വാളാണ്. വാൾ എന്താ സംഭവിക്കുക? v വെലോസിറ്റിയിൽ ഐസ് ബ്ലോക്ക് അങ്ങ് മൂവ് ചെയ്യുന്നു. ½ mv² വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് സംഭവിക്കുന്നു? m × LF ആയിട്ട് മാറുന്നു. 4 സിറ്റുവേഷൻ കണ്ടു. 4 സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെയെല്ലാം എനർജി കൺസേർവ്ഡ് ആണ്. ഓക്കെ, അടുത്ത നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഹീറ്റ് ട്രാൻസ്ഫർ മെക്കാനിസംസ് പ്രധാനമായിട്ട് 3 എണ്ണമാണുള്ളത്. ഒന്ന് കണ്ടക്ഷൻ, സെക്കൻഡ് വൺ കൺവെക്ഷൻ ആൻഡ് തേർഡ് വൺ റേഡിയേഷൻ. ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എളുപ്പത്തിൽ മനസ്സിലാവും. ഈ ഒരൊറ്റ ഫിഗറും മതി. നമ്മളുടെ ആ വെസൽ ഒരു റോഡ്, അതിൻ്റെ ഹാൻഡിൽ, അപ്പോൾ ആ ഹാൻഡിൽ വഴി ഹീറ്റ് നമ്മുടെ കയ്യിലേക്ക് വരികയാണെങ്കിൽ ദാറ്റ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് മെക്കാനിസം ഈസ് നോൺ ആസ് കണ്ടക്ഷൻ. ഇനി നേരെ മറിച്ച് ഇത് ചൂടാക്കുന്ന ആ ഫ്ലെയിം, അതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഹീറ്റ് അനുഭവപ്പെടുകയാണെങ്കിൽ റേഡിയേഷൻ. ആ വെസലിനുള്ളിലുള്ള ലിക്വിഡ് ചൂടാവുന്നു. ആ ലിക്വിഡിൻ്റെ ബോട്ടത്തിൽ നിന്ന് അതിൻ്റെ ടോപ്പിലേക്കുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതിന് പറയുന്ന പേരാണ് കൺവെക്ഷൻ. Conduction that possible in solid due to difference in temperature, and convection is possible in liquids and gases. Both രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ പറയുന്നതാണ് fluids due to difference in density. And radiation occur without necessity of any material medium, without require any medium radiation. ഇതിൽ നമ്മളുടെ എൻട്രൻസ് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്നത് കണ്ടക്ഷനും റേഡിയേഷനുമാണ്. അതിൽ ആദ്യത്തേത് കണ്ടക്ഷൻ. എന്താണ് കണ്ടക്ഷൻ? ഒരു മെറ്റാലിക് കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനെ അടിസ്ഥാനമാക്കി ഈ 3 ടേംസ്, റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ്, തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് തെർമൽ റെസിസ്റ്റൻസ്. റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല -dq/dt, റേറ്റ് ഓഫ് ലോസ് ഈസ് ഈക്വൽ ടു k into A means area of cross section into difference in temperature divided by length of the conductor. This is the expression of rate of loss of heat. അതിൽ ആ k എന്ന് പറയുന്നതാണ് തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഫോർമുല k ഈക്വൽ ടു dq/dt all divided by A into dt/L ആണ് തെർമൽ കണ്ടക്ടിവിറ്റി. ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ച് തെർമൽ കണ്ടക്ടിവിറ്റി വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ തെർമൽ കണ്ടക്ടിവിറ്റി വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. മെറ്റീരിയൽ നേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇവിടെ നിന്ന് തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് dq മീൻസ് ഹീറ്റാണ്. ഹീറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് തന്നെ എന്ന് പറഞ്ഞാൽ ജൂളാണ് അല്ലേ? എനർജിയുടെ യൂണിറ്റ് തന്നെ ജൂൾ ബൈ സെക്കൻഡ്, ജൂൾ പെർ സെക്കൻഡ്. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, dt ടെമ്പറേച്ചർ കെൽവിൻ ആൻഡ് L മീറ്റർ ക്യാൻസൽ. ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് വാട്ടാണ്. ഇവിടെ ഒരു മീറ്റർ ഉണ്ട്, മീറ്റർ ഇൻവേഴ്സ് ആയി കെൽവിൻ ഇൻവേഴ്സ്, ആൻഡ് ദാറ്റ് ഈസ് ദി യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. കിർച്ചോഫ് പറയുന്നു all good electric conductors are also become thermal conductors, good thermal conductors. ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി അലുമിനിയം, സിൽവർ, കോപ്പർ ഈ 3 മെറ്റീരിയൽ കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്നത് സിൽവറാണ്. അതിനുശേഷം കോപ്പർ, ഏറ്റവും ലീസ്റ്റ് അവ 3-ൽ വരുന്നത് അലുമിനിയമാണ്. അങ്ങനെയെങ്കിൽ ഈ 3 മെറ്റീരിയൽസിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി കമ്പയർ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കണ്ടക്ടിവിറ്റി ഓഫ് സിൽവർ ഈസ് ഗ്രേറ്റർ ദാൻ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ ഈസ് ഗ്രേറ്റർ ദാൻ കണ്ടക്ടിവിറ്റി ഓഫ് അലുമിനിയം. 3 മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി റിലേഷൻഷിപ്പ്. ഇനി നമുക്ക് പരിചയപ്പെടേണ്ടത് തെർമൽ റെസിസ്റ്റൻസ് എന്നുള്ള ടേമാണ്.
നമ്മൾ സെക്കൻഡ് ഇയർ ഫിസിക്സിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇൻ ടൈംസ് ഓഫ് ലെങ്ത് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി L/σA എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് തെർമൽ റെസിസ്റ്റൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നു RT L/σയുടെ സ്ഥാനത്ത് ഇവിടെ K വരുന്നു K/A. ദിസ് ഈസ് നോൺ ആസ് തെർമൽ റെസിസ്റ്റൻസ്. അപ്പോൾ തെർമൽ റെസിസ്റ്റൻസിൽ ഉൾപ്പെടുത്തുന്ന കണ്ടക്ടിവിറ്റിയെ വിളിക്കുന്ന പേര് തെർമൽ കണ്ടക്ടിവിറ്റി. നമ്മൾ ഇലക്ട്രിക് റെസിസ്റ്റൻസിൽ ഏതാണെന്നാണ് പറഞ്ഞത്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സിഗ്മയാണ്. അപ്പോൾ തെർമൽ റെസിസ്റ്റൻസ് L/K/A ആണ്. അടുത്ത കണ്ടക്ഷൻ നമ്മുടെ ഫിനോമിനൻ അവിടെ ഇങ്ങനെ നമ്മളോട് ചോദിക്കുകയാണ്, ലെഫ്റ്റ് എൻഡിൽ ടെമ്പറേച്ചർ T1, റൈറ്റ് എൻഡിൽ ടെമ്പറേച്ചർ T2. ഇഫ് T1 ഗ്രേറ്റർ ദാൻ T2 ആണ് എന്നുണ്ടെങ്കിൽ ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് റൈറ്റ് എൻഡിലേക്കായിരിക്കും ഹീറ്റ് ഫ്ലോ. അത് കണ്ടക്ടർ ത്രൂ ഔട്ട് ഏത് പോയിന്റ് കൺസിഡർ ചെയ്താലും അവിടെ ദർ ഈസ് നോ ലോസ് ഓഫ് ഹീറ്റ്, റിമെയിൻസ് കോൺസ്റ്റന്റ്, അങ്ങനെ സ്റ്റഡി ആയിട്ടായിരിക്കാം ഹീറ്റ് ഫ്ലോ സംഭവിക്കുക. ഇനി ലെഫ്റ്റ് എൻഡിൽ നിന്ന് റൈറ്റ് എൻഡിലേക്ക് പോകും തോറും ലെഫ്റ്റ് എൻഡിൽ ടെമ്പറേച്ചർ കൂടുതലാണ്, റൈറ്റ് എൻഡിൽ ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഈ A എന്ന് പറയുന്ന പോയിന്റ്, B എന്ന് പറയുന്ന പോയിന്റ്, C എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ എയിൽ നിന്ന് ബിയിലെത്തുമ്പോൾ ഉണ്ടാവുന്ന ചൂടായിരിക്കില്ല ബിയിൽ നിന്ന് സിയിലെത്തുന്ന ചൂട്. അതിനാണ് നമ്മുടെ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് എന്നുള്ളത് പറയുന്നത്. ഈ ടേമിനെ അടിസ്ഥാനമാക്കി നമ്മളോട് ചോദിക്കുകയാണ്, ഒരു നിശ്ചിത ടൈം കഴിയുമ്പോൾ ഈ കണ്ടക്ടറിൽ മൊത്തത്തിലുള്ള ടെമ്പറേച്ചർ എപ്രകാരം, അല്ലെങ്കിൽ ഇതിൻ്റെ തെർമൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ തെർമൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇത് L, ഇത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A, ഈ മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി K. അങ്ങനെയെങ്കിൽ തെർമൽ റെസിസ്റ്റൻസ് RT L/K/A. തെർമൽ റെസിസ്റ്റൻസിൻ്റെ ഫോർമുല തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഫോർമുല ഓൾറെഡി നമ്മൾ കണ്ടിരുന്നു. വാട്ട് ഈസ് ദ തെർമൽ കണ്ടക്ടിവിറ്റി? തെർമൽ കണ്ടക്ടിവിറ്റി K എങ്ങനെയായിരുന്നു? dQ /dt ഏരിയ ഇൻറ്റു dt /L. ദറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ തെർമൽ കണ്ടക്ടിവിറ്റി. ഇനി ജംഗ്ഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുവാൻ വേണ്ടി മറ്റൊരു സിറ്റുവേഷന്, ഒന്നാമത്തെ കണ്ടക്ടർ അതിൻ്റെ ലെന്ത് L1, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടക്ടിവിറ്റി K1 ആണ്. രണ്ടാമത്തെ കേസ് അതിൻ്റെ ലെന്ത് L2, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2, അതിൻ്റെ കണ്ടക്ടിവിറ്റി K2 ആണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ജംഗ്ഷനിലെ ടെമ്പറേച്ചർ T, ഈ എൻഡിലെ ടെമ്പറേച്ചർ T1, റൈറ്റ് എൻഡിലെ ടെമ്പറേച്ചർ T2. ജംഗ്ഷനിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം T1 നിന്ന് T2ലേക്ക്, അതായത് T1 ഗ്രേറ്റർ ദാൻ T2 ആണെങ്കിൽ ഹീറ്റ് ഫ്ലോ സംഭവിക്കുക ഇപ്രകാരം. അതിനെ അടിസ്ഥാനമാക്കി ആദ്യത്തെ പാർട്ടിലെ ലോസ് ഓഫ് ഹീറ്റും രണ്ടാമത്തെ ഹാഫിലെ ലോസ് ഓഫ് ഹീറ്റും സെയിം ആണ്, ഗെയിൻ ഓഫ് ഹീറ്റും സെയിം ആണ്. അതിനെ ബേസ് ചെയ്ത് ടെമ്പറേച്ചർ അറ്റ് ദി ജംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല T ഈസ് ഈക്വൽ ടു T1 ഇൻറ്റു L2 ഇൻറ്റു K1 പ്ലസ് T2 ഇൻറ്റു L1 L1 ഇൻറ്റു K2 ഡിവൈഡഡ് ബൈ L2 K1 പ്ലസ് L1 K2. ദറ്റ് ഈസ് ദി ഫോർമുല. ടെമ്പറേച്ചർ അറ്റ് ദി ജംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. അപ്പോൾ ഈ ഫോർമുല നമ്മൾ ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കി നമ്മളോടൊരു ചോദ്യം വരികയാണ്. ദി സ്റ്റഡി സ്റ്റേറ്റ് ഈസ്, ഇവിടെ ലെഫ്റ്റ് എൻഡിൽ T1 ആണ്, റൈറ്റ് എൻഡിൽ T2 ആണ്. അങ്ങനെയെങ്കിൽ ഈ സ്റ്റഡി സ്റ്റേറ്റിൽ ഇവിടുത്തെ ആ ടെമ്പറേച്ചർ ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ടെമ്പറേച്ചർ നമുക്ക് കണ്ടുപിടിക്കാം. ടെമ്പറേച്ചർ അറ്റ് ദി ജംഗ്ഷൻ, ആദ്യം നമ്മൾ ടെമ്പറേച്ചർ അറ്റ് ദി ജംഗ്ഷൻ കണ്ടുപിടിക്കണം. യെസ്, ഇവിടെ L1 എന്ന് പറയുന്നത് L ആണ്, A1 A ആണ്, A2 എന്ന് പറയുന്നത് K, L2 എന്ന് പറയുന്നത് L, A2 എന്ന് പറയുന്നത് A, ആൻഡ് K2 എന്ന് പറയുന്നത് K/2 ആണ്. അപ്പം നമ്മുടെ ഫോർമുലയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആദ്യത്തെ ഫോർമുല L1 L ഇൻറ്റു കറസ്പോണ്ടിങ് K2 K/2 ഇൻറ്റു കറസ്പോണ്ടിങ് temperature T1 plus L2 into corresponding temperature.
L1 K1, so L into K1 K into corresponding temperature T1 plus L2 L into K2 K by 2 corresponding temperature T2 all divided by ആദ്യത്തെ length yes L into corresponding conductivity K plus L into corresponding conductivity K by 2. ഫോർമുല നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ എൽ കെ എന്ന് പറയുന്നത് കോമൺ ആണ്. സോ T1 പ്ലസ് T2 ഡിവൈഡഡ് ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/2 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഈ എൽ ഇൻറ്റു കെ ഇവിടുത്തെ എൽ ഇൻറ്റു കെ ക്യാൻസലായി പോയി. മിച്ചം വരുന്നു T1. അപ്പോൾ 2T1 പ്ലസ് T2 ഓൾ ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. 1 പ്ലസ് 1/2 എന്ന് പറയുന്നത് 3/2 ആണ് അല്ലേ. യെസ് 1 പ്ലസ് 1/2 എന്ന് പറയുന്നത് 3/2. ഈ 2ഉം 2ഉം ക്യാൻസലായി പോയി. മിച്ചം നമുക്ക് കിട്ടുന്നത് 2T1 പ്ലസ് T2 ഡിവൈഡഡ് ബൈ 3 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതേപോലെ സ്റ്റഡി സ്റ്റേറ്റിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന മെറ്റൽ റോഡ് ഇത് ഈക്വൽ ആണ്. രണ്ടിൻ്റെയും ലെന്ത് സെയിം ആണ്, ഏരിയ സെയിം ആണ്. വ്യത്യാസം എന്ന് പറയുന്നത് മെറ്റീരിയൽ ഡിഫറെൻ്റാണ്. ആദ്യത്തെ മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി കെ ആണ്, സെക്കൻഡ് വണ്ണിൻ്റെ കണ്ടക്ടിവിറ്റി പകുതിയാവുന്നെന്നും വ്യത്യാസം മാത്രം ഫോർമുല. അടുത്ത റേഡിയേഷൻ ലോസ്. പ്രധാനമായിട്ട് 3 ലോസ് ആണ് റേഡിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേത് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. വീൻസ് ലോ പറയുന്നത് ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന മാക്സിമം എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത്, മാക്സിമം വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ. അബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, അത് കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ ആയിരിക്കണം എക്സ്പ്രസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ നിയമം പറയുന്നത് നമ്മളുടെ സ്റ്റെഫാൻസ് ലോയാണ്. അപ്പോൾ ആ റൂള് പ്രകാരം പറയുന്നത് ഇപ്രകാരമാണ്: ദി പവർ റേഡിയേറ്റഡ് ബൈ എ റേഡിയേറ്റിംഗ് ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് അബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ. ആ റിലേഷനിൽ നിന്ന് P ഈക്വൽ ടു സിഗ്മ T റൈസ് ടു 4 ഇങ്ങനെയും നമുക്ക് എഴുതാം. സിഗ്മ എന്ന് പറയുന്നത് സ്റ്റെഫാൻസ് കോൺസ്റ്റൻറ്റ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നു ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ദി റേറ്റ് ഓഫ് ലോസ് ഓഫ് ടെമ്പറേച്ചർ ദറ്റ് ഈസ് കൂളിംഗ്. റേറ്റ് ഓഫ് ലോസ് ഓഫ് ടെമ്പറേച്ചർ മൈനസ് dt by dt ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ബോഡി ആൻഡ് ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ്. ഇതിന് പറയുന്ന പേരാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അപ്പോൾ 3 റേഡിയേഷൻ ലോസ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുക തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്. ഫിസിക്സിലും പഠിക്കാനുണ്ട്, +1 കെമിസ്ട്രിയിലും തെർമോഡൈനാമിക്സ് പഠിക്കാനുണ്ട്. തെർമോഡൈനാമിക്സിൽ നമ്മൾ തെർമോഡൈനാമിക് വേരിയബിൾസ്, ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ, അതോടൊപ്പം തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് 1-2 ടേംസ് കാണുന്നു. ഇൻറ്റേർണൽ എനർജിയെ പറ്റി നമ്മൾ കാണുന്നു. പിന്നീട് പോകുമ്പോൾ എൻതാൽപ്പി, എൻട്രോപ്പി എന്നുള്ള കൺസെപ്റ്റിലേക്കും കാണുന്നു. ഇൻറ്റേർണൽ എനർജി, ഹീറ്റ്, അതോടൊപ്പം തന്നെ പ്രഷർ, വോളിയം ഇവയെല്ലാം കണക്ട് ചെയ്ത് തെർമോഡൈനാമിക്സിലെ 1ാമത്തെ നിയമം ഡിഫൈൻ ചെയ്യുന്നു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയുന്ന കാര്യം ഇപ്രകാരം: ദി സെർട്ടൻ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഈസ് ആഡഡ് ടു എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എ പാർട്ട് ഓഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇൻക്രീസിങ് ഇൻറ്റേർണൽ എനർജി ആൻഡ് പാർട്ട് യൂസിങ് പെർഫോമിങ് എക്സ്റ്റേണൽ വർക്ക്. 2 കാര്യങ്ങൾ. ഒന്ന്, ആ ബോഡിയുടെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. രണ്ടാമത് വർക്ക് നടത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മളതിനെ ഷോർട്ടായിട്ട് FLOT, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ എങ്ങനെ ഫസ്റ്റ് ലോ? ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W ആണ്. ഇപ്പോൾ ഫിസിക്സിൽ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, ഫസ്റ്റ് ലോ എഴുതുന്നത് ഡെൽറ്റ Q ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. Q ഈക്വൽ ടു U പ്ലസ് W. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ PQRSTUVW. Q കഴിഞ്ഞാണ് U കഴിഞ്ഞാണ് W. ആ ഒരു സീക്വൻസ് തന്നെ ഇവിടെയും നമുക്ക് ഓർത്തിരിക്കുവാൻ സാധിക്കും. ഇനി എന്താണ് ഡെൽറ്റ W? ഡെൽറ്റ W ഈസ് ഈക്വൽ ടു P ഡെൽറ്റ V.
ഇനി വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്സിൽ എടുക്കുക നെഗറ്റീവാണ് കേട്ടോ. ഓൺ ദ സിസ്റ്റം. ആൻഡ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുക പോസിറ്റീവാണ്. ഓൺ ദ സിസ്റ്റം നെഗറ്റീവ്, ബൈ ദ സിസ്റ്റം ആണെങ്കിൽ പോസിറ്റീവ്. അത്രയും കൺസെപ്റ്റ് അവിടെ നമ്മൾ ഓർത്തിരിക്കുക. ഇനി ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് പാത്ത് ഇൻഡിപെൻഡൻ്റാണ്. ഇൻറ്റേർണൽ എനർജി പാത്ത് ഇൻഡിപെൻഡൻ്റാണ് കേട്ടോ. ഡെൽറ്റ യു ഈസ് പാത്ത് ഇൻഡിപെൻഡൻ്റാണ്. ബട്ട് ഡെൽറ്റ ക്യൂ, ഡെൽറ്റ ഡബ്ല്യു ഇവർ രണ്ടുപേരും പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ് കേട്ടോ. ഡബ്ല്യുവും ക്യൂവും ഇത് രണ്ടും പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ്. ഇൻറ്റേർണൽ എനർജി പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി ഏരിയ അണ്ടർ പ്രഷർ വോളിയം ഗ്രാഫ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ഗ്രാഫ് പ്രഷർ വൈ ആക്സിസിൽ, വോളിയം എക്സ് ആക്സിസിൽ നൽകിയിരിക്കുന്നു. അപ്പോൾ ആ ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വർക്ക് ഡൺ ആയിരിക്കും. ബേസ് എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹൈറ്റ് പ്രഷർ, ബേസ് വോളിയം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: an ideal gas is taken around the cycle ABCA as shown in the PV diagram. The total work done by the gas during the cycle is. ടോട്ടൽ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുന്നത്. സോ വർക്ക് ഈക്വൽ ടു ഏരിയ അണ്ടർ പ്രഷർ വോളിയം ഗ്രാഫ്. ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഇവിടെ ഒരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് എന്ന് പറയുന്നത് 3v മൈനസ് വി ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുന്നത് 4p മൈനസ് പി ആണ്. ദറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 3v മൈനസ് വി എന്ന് പറയുന്നത് 2v ആണ്, പ്ലസ് 4p മൈനസ് പി എന്ന് പറയുന്നത് 3p ഇൻറ്റു 3p ആണ്. 2 ക്യാൻസൽ, മിച്ചം 3 ടൈംസ് പി വി. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 3pv. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രഷർ വോളിയം ഗ്രാഫിലെ ഏരിയ എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. ആ കൺസെപ്റ്റ് ഓർത്തിരിക്കുക. അടുത്ത ഒരു ചോദ്യം: during adiabatic expansion of 10 moles of gas, the internal energy decreases by 50 joule. Work done during the process is. Work done കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അഡയാബാറ്റിക് പ്രോസസ് ആണ്. അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ത് വരും? ഫ്ലോട്ട്. അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. അതിൽ ഡെൽറ്റ ക്യൂ 0 ആണെന്നുള്ളത് പറഞ്ഞു, അഡയാബാറ്റിക് ആയതുകൊണ്ട്. അപ്പോൾ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ യു ആണ്. That is minus of delta u. Decreases means minus, കുറയുന്നു. ഡെൽറ്റ യു എത്രയാണ് ഇൻറ്റേർണൽ എനർജി? 50 ജൂൾ ആണ്. മൈനസ് ഓഫ് മൈനസ് പോസിറ്റീവ് ആവും. സോ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് 50 ജൂൾ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ, 50 ജൂൾ. അഡയാബാറ്റിക്കിൻ്റെ കേസിൽ ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്, അതുകൊണ്ടാണ് ക്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് എടുത്തത്. അടുത്തത് സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ ആൻഡ് അഡയാബാറ്റിക് പ്രോസസ്സ്. രണ്ട് പ്രോസസ്സ്. ഐസോതെർമൽ മീൻസ് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0. അഡയാബാറ്റിക് മീൻസ് there is no exchange of heat, Q equal to 0, that is delta Q 0 ആയിരിക്കും. There is no exchange of heat. ഐസോതെർമലിൻ്റെ പി വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഡി പി ബൈ ഡി വി ചെയ്യുമ്പോൾ മൈനസ് പി ബൈ വി. അഡയാബാറ്റിക് പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ ഡി പി ബൈ ഡി വി അഡയാബാറ്റിക് മൈനസ് ഗാമ ഇൻറ്റു പി ബൈ വി. ഗ്രാഫുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്രകാരമാണ് ഗ്രാഫ് കിട്ടുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐസോതെർമൽ ഇവിടെ അഡയാബാറ്റിക്, അതിൻ്റെ താഴെയാണ് അഡയാബാറ്റിക് വരുന്നത്. എന്തുകൊണ്ട്? ഐസോതെർമലിൻ്റെ കേസിൽ ഇപ്രകാരമാണ് സ്ലോപ്പെങ്കിൽ അഡയാബാറ്റിക്കിൻ്റെ കേസിൽ ഈ ഗാമ ഫാക്ടർ ഉണ്ട്. ഗാമ ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് അത് താഴേക്ക് ആ കേർവ് വളഞ്ഞു വരാൻ. അപ്പോൾ സ്റ്റീപ്പറായിട്ട് നിൽക്കുന്നത് ആരാണ്? സ്റ്റീപ്പറായിട്ട് നിൽക്കുന്നത് അഡയാബാറ്റിക് കർവാണ്. ഐസോതെർമലിൻ്റെ താഴെ പി വി ഡയഗ്രാമാണ്. ഇനി തെർമോഡൈനാമിക് പ്രോസസ്സ് പ്രധാനമായിട്ട് 4 ഐസോബാറിക്, ഐസോകോറിക്, ഐസോതെർമൽ ആൻഡ് അഡയാബാറ്റിക്.
അതിൽ ഐസോബാറിക് മീൻസ് പ്രഷർ ഈസ് കോൺസ്റ്റൻറ്റ്, ഐസോകോറിക് മീൻസ് വോളിയം ഈസ് കോൺസ്റ്റൻറ്റ്. അടുത്തത് ഐസോതെർമൽ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്, അഡിയബാറ്റിക് ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്. ആ 3 പ്രോസസ്സിൽ ഓരോരോ കാര്യങ്ങളാണ്. അതിൽ ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈക്വൽ ടു 0. അഡിയബാറ്റിക്കിൻ്റെ കേസിൽ Q എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഇത് 3 തമ്മിലുള്ള ഗ്രാഫ് ഒരൊറ്റ ഗ്രാഫിൽ പി വി ഡയഗ്രാമത്തിൽ വരുമ്പോൾ ഇപ്രകാരം ഐസോബാറിക് പ്രോസസ്സിൻ്റെ ഗ്രാഫ് ആ ലൈൻ പാരലൽ ടു വോളിയം ആക്സിസ് ഐസോബാറിക്, ഐസോകോറിക് വരുമ്പം പാരലൽ ടു പ്രഷർ ആക്സിസ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആയിരിക്കും. അഡയബാറ്റിക് ഐസോതെർമൽ കേർവായിട്ട് വരും. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഐസോതെർമലിൻ്റെ താഴെ സ്റ്റിപ്പറായിട്ടാണ് ആരുടേത് വരുന്നത്, അഡയബാറ്റിക് വരിക എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. അടുത്ത നമ്മളോടുള്ള ചോദ്യം ഇതാണ്: നോ ഹീറ്റ് ഫ്ലോസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്, ദെൻ ദി തെർമോഡൈനാമിക് പ്രോസസ് ഈസ്. താഴെ തരുന്നിരിക്കുന്ന ഏത് പ്രോസസ്സിലാണ് ഈ ഹീറ്റ് ഫ്ലോ ഇല്ലാതെ വരുന്നത്? അത് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിരുന്നു അല്ലേ. നോ ഹീറ്റ് മീൻസ് അഡയബാറ്റിക്, അഡയബാറ്റിക്കിൻ്റെ കേസിൽ Q ഈക്വൽ ടു 0. ഐസോതെർമൽ മീൻസ് ഡെൽറ്റ T that is equal to 0. Exchange, there is no changing temperature. Isocoric, there is no changing volume, delta V equal to 0. Isobaric, pressure is constant, so delta P equal to 0. Adiabatic in the case, Q equal to 0. No heat, that means option C is the correct answer. Okay. Now, next chapter, kinetic theory of gas, KTG. KTG പ്രധാനമായിട്ട് നമ്മൾ റിയൽ ഗ്യാസ്, ഐഡിയൽ ഗ്യാസ് എന്നുള്ള കൺസെപ്റ്റാണ്. സാധാരണയുള്ള ഗ്യാസ് റിയൽ ഗ്യാസസ് ഒബേ വാണ്ടർവാൾസ് ഇക്വേഷൻ. വാണ്ടർവാൾസ് ഇക്വേഷൻ ഏത്? P+A/V² × V - B = RT. ഇത് റിയൽ ഗ്യാസ് ഇക്വേഷനാണ്. ഈ റിയൽ ഗ്യാസ് ആണ് ഐഡിയൽ ഗ്യാസ് ആയിട്ട് മാറുന്നത്. എങ്ങനെയാണ് ഐഡിയൽ ഗ്യാസ് ആയിട്ടും പെർഫെക്റ്റ് ഗ്യാസ്? ഐഡിയൽ ഗ്യാസിൻ്റെ മറ്റൊരു പേരാണ് പെർഫെക്റ്റ് ഗ്യാസ്. വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ കണ്ടീഷൻസ് അതിൽ ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ആയിട്ട് മാറുന്നത് ഹൈ ടെമ്പറേച്ചർ ലോ പ്രഷർ സിറ്റുവേഷനിൽ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം അത് നമ്മുടെ റിയൽ ഗ്യാസിൽ നിന്ന് ഐഡിയൽ ഗ്യാസിലേക്ക് P+A/V² × V - B = RT എന്നാണ്. അത് നമ്മൾ PV is equal to N into RT, where N is number of moles. N is number of moles. And this is known as ideal gas equation. PV equal to nRT എന്നുള്ളതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഈ R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ഈ ആറും ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് KB ഇവയുടെ റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ അവഗാഡ്രോ നമ്പറാണ് കേട്ടോ, NA ആണ്. ദാറ്റ് റേഷ്യോ ഈസ് അവഗാഡ്രോ നമ്പർ NA. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിയൽ ഗ്യാസസ് വേഴ്സസ് ഐഡിയൽ ഗ്യാസ്. റിയൽ ഗ്യാസസ് ബിഹേവ് ലൈക്ക് പെർഫെക്റ്റ് ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് എപ്പോഴാണ്? ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ ആൻഡ് പ്രഷർ ഈസ് ലോ. അപ്പോൾ പ്രഷർ ലോയും ടെമ്പറേച്ചർ വളരെ കൂടുതലുമാകുന്ന സിറ്റുവേഷനിലാണ് റിയൽ ഗ്യാസ് എന്തായിട്ട് മാറുന്നത്? ഐഡിയൽ ഗ്യാസ് ആയിട്ട് മാറുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ നേരെ തിരിച്ച് ഈ പെർഫെക്റ്റ് ഗ്യാസിലേക്കാണെങ്കിൽ ഈ കണ്ടീഷൻ നേരെ തിരിച്ചായിട്ട് മാറുന്നു. അതായത് ഐഡിയൽ പെർഫെക്റ്റ് ഗ്യാസിൽ നിന്ന് റിയൽ ഗ്യാസിലേക്ക് ഡീവിയേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ എപ്രകാരം ടെമ്പറേച്ചർ കുറയുകയും പ്രഷർ കൂടുകയും ചെയ്യുന്നു. ടെമ്പറേച്ചർ കുറയുകയും പ്രഷർ കൂടുകയും ചെയ്യുന്നു. അങ്ങനെ വരുന്ന കേസസിൽ ഐഡിയൽ ഗ്യാസ് എന്തായിട്ട് മാറുന്നു? റിയൽ ഗ്യാസ് ആയിട്ട് മാറുന്നു. ഇവിടെ നമ്മളോട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചോദ്യം എപ്രകാരമാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? റിയൽ ഗ്യാസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഐഡിയൽ ഗ്യാസ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ. ആ കൺസെപ്റ്റ് അവിടെ ഓർത്തിരിക്കുക. ഇനി നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഡ്. കൈനറ്റിക് തിയറിയിൽ 3 പ്രധാനപ്പെട്ട സ്പീഡുകളെ നമ്മൾ കാണുന്നു. ആർമസ് സ്പീഡ്, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി.
രണ്ടാമത്തേത് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, മൂന്നാമത്തേത് ആവറേജ് സ്പീഡ്. ഇത് മൂന്നിൻ്റെ ഒരൊറ്റ ഗ്രാഫിൽ. അതിൽ ആദ്യത്തെ ആ ഗ്രാഫ് മാസ്വെല്ലിൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പീഡാണ് ഗ്രാഫ്, മാസ്വെൽസ് ഡിസ്ട്രിബ്യൂഷൻ. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇവിടെ വെലോസിറ്റിയാണ്, എക്സ് ആക്സിസിൽ വെലോസിറ്റി. ഏറ്റവും കുറവ് വെലോസിറ്റി മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എടുക്കുമ്പോൾ മോസ്റ്റ് പ്രോബബിൾ, അതിനുശേഷം ആവറേജ് സ്പീഡ്, ഏറ്റവും കൂടിയ വാല്യൂ കാണിക്കുന്നത് VRMS ആണ്. അതിൽ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ √2RT/m, m ഈ സ്മോളാർ മാസ്. ആൻഡ് ആവറേജ് സ്പീഡാണ് V average √8RT/m, VRMS √3RT/m. ഇവ മൂന്നിൻ്റെ റേഷ്യോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റേഷ്യോ ബിക്കം 1.73 1.60 1.41 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം RMS സ്പീഡാണ് മറ്റു രണ്ട് വെലോസിറ്റിയേക്കാൾ കൂടുതൽ. ഹെൻസ് ഹിയർ വി കൺക്ലൂഡ് ദാറ്റ് VRMS greater than V average greater than V most probable speed. ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതും ഒരു ചോദ്യമായിട്ട് വരും. പിന്നെ നമ്മൾ KTGയിൽ അറിഞ്ഞിരിക്കേണ്ടതാണ് മീൻ ഫ്രീ പാത്ത് എന്നുള്ള കൺസെപ്റ്റ്. എന്താണ് മീൻ ഫ്രീ പാത്ത്? മീൻ ഫ്രീ പാത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഇപ്പം മീൻ ഫ്രീ പാത്ത് ഒരു ചേമ്പറിനുള്ളിൽ ഗ്യാസ് മോളിക്യൂൾ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻ ഈസ് നോൺ ആസ് മീൻ ഫ്രീ പാത്ത്. ആൻഡ് ദി എക്സ്പ്രഷൻ ഓഫ് മീൻ ഫ്രീ പാത്ത് ഈക്വൽ ടു 1/√2 πN/d² ആണ്. ആ n എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റിയാണ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. അത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ PV = nRTയിൽ നിന്ന് ആ n നമുക്ക് n/v എന്നെഴുതാം, P/RT ആയിട്ട് എഴുതാം. അതങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ പ്രഷറിൻ്റെ ടൈമിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. D എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി മോളിക്യൂൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ ഓർത്തിരിക്കണം. അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മീൻ ഫ്രീ പാത്ത് lambda is inversely proportional to pressure and lambda is inversely proportional to d² times relationship ഓർത്തിരിക്കുക. അടുത്തത് നമ്മൾ പരിചയപ്പെടുക മെയേഴ്സ് ഫോർമുലയാണ്. CP/CV. CP മീൻസ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, CV അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ ടേമിൽ. അപ്പോൾ CP/CV ഈസ് ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 1 + 2πf ആണ്. 2/f. F മീൻസ് ഡിഗ്രി ഓഫ് ഫ്രീഡം. എഫിന് പറയുന്ന പേര് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓരോ ഗ്യാസിൻ്റെ നേച്ചർ മാറുന്നതനുസരിച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം വാല്യൂവിൽ വ്യത്യാസം വരും. ഡിഗ്രി ഓഫ് ഫ്രീഡം സാധാരണഗതിയിൽ ഫോർ മോണോ അറ്റോമിക് എഫിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം വാല്യൂസ് മോണോ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ F = 3. ആ കേസിൽ CP വാല്യൂ ഗാമ വാല്യൂ 1.67 ആണ്. അടുത്തത് ഡൈ അറ്റോമിക്കിൻ്റെ കേസിൽ എഫിൻ്റെ വാല്യൂ 5, ഗാമ വാല്യൂ 1.4 ആണ്. പോളി അറ്റോമിക്കിൻ്റെ കേസിൽ എഫിൻ്റെ വാല്യൂ 6 ആണ്, ഗാമ വാല്യൂ എന്ന് പറയുന്നത് 1.33 ആണ്. അപ്പം മോണോ അറ്റോമിക് ഉണ്ട്, ഡൈ അറ്റോമിക് ഉണ്ട്, പോളി അറ്റോമിക് ഉണ്ട്. ആ 3 കേസിൽ ഗാമ വാല്യൂസും ഡിഗ്രി ഓഫ് ഫ്രീഡവും നമ്മൾ ഓർത്തിരിക്കുക. ഇനി എൻട്രോപ്പി എന്ന് പറയുന്ന കൺസെപ്റ്റ്. എൻട്രോപ്പി മെഷർ ഓഫ് ഡിസോർഡർ ഓഫ് ദി മോളിക്കുലാർ മോഷൻ ഓഫ് എ സിസ്റ്റം. ആ ഡിസോർഡർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് എൻട്രോപ്പി. എൻട്രോപ്പിയുടെ എക്സ്പ്രഷൻ representation as അതിൻ്റെ expression heat absorbed divided by absolute temperature. So the unit of entropy is joule per Kelvin ആണ് എൻട്രോപ്പിയുടെ യൂണിറ്റ്, ജൂൾ പെർ കെൽവിൻ. ആ എൻട്രോപ്പി കൺസെപ്റ്റും ഓർത്തിരിക്കുക. ഇവിടെ നമ്മളോടൊരു ചോദ്യം, എ റിയൽ ഗ്യാസ് ബിഹേവ്സ് ലൈക്ക് ആൻ ഐഡിയൽ ഗ്യാസ്. അവിടെ ചോദ്യം റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ആയിട്ട് മാറുന്നത് ഓൾറെഡി നമ്മൾ കണ്ടു. പ്രഷർ കുറവായിരിക്കും, ടെമ്പറേച്ചർ വളരെ കൂടുതൽ. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ആയിട്ട് മാറുക. ടെമ്പറേച്ചർ ഈസ് ഹൈ, പ്രഷർ ഈസ് ലോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത നമ്മൾ പരിചയപ്പെടുക ഓസിലേഷൻ എന്ന് പറയുന്ന
ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മോഷനിലാണ്? ടു ആൻഡ് ഫ്രോ മോഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെയൊക്കെ കേസിൽ കണ്ടിരിക്കുന്നതാണ്. അതുപോലെ സ്പ്രിങ്ങിൻ്റേതാണെങ്കിൽ താഴോട്ടും മേളിലോട്ടും ഇങ്ങനെയാണ്. വെർട്ടിക്കലായിട്ടുള്ളതാണെങ്കിൽ, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് സ്പ്രിങ് വെക്കുകയാണെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷൻ, അതിന് നമ്മൾ പറയുന്നതാണ് ഓസിലേഷൻ. അപ്പോൾ ഓസിലേഷനെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനും സ്റ്റഡി ചെയ്യുവാനും അതിനെ വേവിൻ്റെ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ സൈൻ വേവ് ആണ്. ടു ആൻഡ് ഫ്രോ മോഷൻ, അത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ടു മുകളിലോട്ടുള്ളത്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ താഴോട്ടുള്ളതുമായിട്ടുള്ള മോഷനായിട്ട് പരിഗണിക്കുകയാണ്. അപ്പോൾ ഒരു സൈൻ വേവ്, ആ സൈൻ വേവിനുള്ളിൽ ഒരു സൈൻ വേവ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 0 ഫേസ് മുതൽ 2π ഫേസ് വരെയുള്ള ടൈമിന് വിളിക്കുന്ന പേരാണ് ടൈം പീരിയഡ്. അപ്പോൾ 0 ഫേസ് മുതൽ 2π ഫേസ് വരെയുള്ള ടൈമിനെ വിളിക്കുന്ന പേര് ടൈം പീരിയഡ് ആണ് കേട്ടോ. അപ്പോൾ ആ ടൈം പീരിയഡ് എത്ര ഫേസിൽ? 2π ഫേസിൽ 2π/t, ആ റേഷ്യോയെ വിളിക്കുന്ന പേരാണ് ഒമേഗ, ആംഗുലാർ ഫ്രീക്വൻസി. 2π/t ഈസ് നോൺ ആസ് ആംഗുലാർ ഫ്രീക്വൻസി. അങ്ങനെയെങ്കിൽ വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് h=a sin ωt. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി v ± ഒമേഗ × √a² - s². a മീൻസ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് പീക്ക് വാല്യൂ, മാക്സിമം വാല്യൂ ആംപ്ലിറ്റ്യൂഡ്. ഈ ആക്സിലറേഷനാണ് കണ്ടുപിടിക്കണമെങ്കിൽ -ω²h. അപ്പോൾ ആദ്യത്തേത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എക്സ്പ്രഷൻ a sin ωt. ഒമേഗ മീൻസ് ആംഗുലാർ ഫ്രീക്വൻസി, v velocity of the oscillating particle, a means acceleration of the oscillation particle. ഡെറിവേറ്റീവ് എടുത്ത് വരുമ്പോഴാവട്ടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെറിവേറ്റീവ്, വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ആക്സലറേഷൻ. ഇനി നമുക്കറിയാം മാക്സിമം വെലോസിറ്റി കിട്ടുന്നത് എവിടെയാണ്? മാക്സിമം വെലോസിറ്റി ഈസ് അറ്റ് മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ h=0, Vmax = ω/a ആണ്. ആൻഡ് മാക്സിമം വെലോസിറ്റി അറ്റ് മീൻ പൊസിഷൻ. ആക്സലറേഷൻ മാക്സിമം ആകുന്നത് എവിടെയാണ്? അറ്റ് എക്സ്ട്രീം പൊസിഷനിലാണ്, h=a അപ്പോൾ Amax = -ω² × a ആണ്. Amax കിട്ടി, Vmax കിട്ടി, Amax കിട്ടി. അപ്പം മാക്സിമം വെലോസിറ്റിയായി, മാക്സിമം ആക്സിലറേഷനായി, രണ്ട് കാര്യങ്ങൾ. നമ്മളോടുള്ള ഒരു ചോദ്യം ഇതാണ്: ദി മാക്സിമം ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ y = 2 sin πt/2 + 5 where y is in cm/s എന്നാണ് നമ്മളോട് തന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് y = 2 sin πt/2 + 5 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒമേഗയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്ന ടേം എന്താണ്? യെസ്, ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് a ആണ്, ഒമേഗയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് π/2 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു π/2 എഴുതി, ഒമേഗയുടെ വാല്യൂ എഴുതി, ആംപ്ലിറ്റ്യൂഡ് എഴുതി. മാക്സിമം ആക്സലറേഷൻ കണ്ടുപിടിക്കണം. മാക്സിമം ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടിരുന്നു, a മാക്സിമം = ω² × a ആണ്. ω² π/2² × a, ആംപ്ലിറ്റ്യൂഡ് 2 ആണ്. അപ്പോൾ നമുക്ക് π² / 4 × 2, π²/4 2/4 2, അപ്പോൾ π²/2. സോ ദി കറക്റ്റ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, π²/2 ആണ്. അപ്പോൾ മാക്സിമം ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻ ω² × a. എവിടെയാണ് മാക്സിമം ആക്സലറേഷൻ മാക്സിമം ആകുന്നത്? എക്സ്ട്രീം പൊസിഷനിൽ. വെലോസിറ്റി മാക്സിമം ആകുന്നത് മീൻ പൊസിഷൻ എച്ചിൻ്റെ വാല്യൂ 0, എക്സ്ട്രീം പൊസിഷനിൽ എച്ചിൻ്റെ വാല്യൂ a. ആ കൺസെപ്റ്റ് അവിടെ നമ്മൾ ഓർത്തിരിക്കുക. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നു സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ടു ആൻഡ് ഫ്രോ മോഷൻ, അതിന് കറസ്പോണ്ടിങ് വേവ്. ഓക്കെ, ഈ സ്പ്രിങ്ങിനെ സംബന്ധിച്ച് അതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് k ആണ്. k ഈ സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. m എന്ന് പറയുന്നത് ഇനേഷ്യൽ മാസ് ഓഫ് ദി സ്പ്രിങ്. k ഈ സ്പ്രിങ് കോൺസ്റ്റൻറ്റ്, m ഇനേഷ്യൽ മാസ്, ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി. അങ്ങനെയെന്നുണ്ടെങ്കിൽ ω² k m തമ്മിലുള്ള റിലേഷൻ ω² = k/m ആണ്. ഒമേഗ 2πf, അതിൽ നിന്ന് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു.
1 by 2 pi into root of k by m. What is k? K is spring constant. അപ്പോൾ ഇവിടെ k എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്, സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻറ്റ്. അതോടൊപ്പം തന്നെ എം എന്ന് പറയുന്നത് ഇനേഷ്യൽ മാസ് ഓഫ് ദി സ്പ്രിംഗ്, ഇനേഷ്യൽ മാസ്. ആ രണ്ട് വാല്യൂവിനെ ആശ്രയിച്ചിരിക്കും ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ടു ആൻഡ് ഫ്രോ. അതോടൊപ്പം തന്നെ ടൈം പീരീഡ് ആണെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി ടി ഈക്വൽ ടു 2 pi ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ കെ. അപ്പോൾ അവിടെ SHM സ്പ്രിങ്ങിൻ്റെ കേസിൽ ആ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത് ജോമെട്രിക്കലി ദി പ്രൊജക്ഷൻ ഓഫ് ദി ബോഡി undergoing uniform circular motion on the diameter of the circle is SH. അപ്പോൾ സർക്കുലാർ മോഷനിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഇനി അതോടൊപ്പം തന്നെ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ ഇൻ കേസ് ഓഫ് സ്പ്രിങ്ങിൻ്റെ കേസിൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല T ഈസ് ഈക്വൽ ടു 2 pi ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ കെ ആണ്. സ്പ്രിങ്ങിൻ്റെ കേസിൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അത് രണ്ടും ഈ ചാപ്റ്ററിലെ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യേണ്ടി വരുവേ. T ഈസ് ഇക്വൽ ടു 2 pi ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എൽ ലെങ്ത് ഓഫ് ദി പെൻഡുലം. അതും അവിടെ നമുക്ക് ഓർത്തിരിക്കാം. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി റിലേഷൻഷിപ്പാണ്. കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി റിലേഷൻഷിപ്പ് അത് സ്പ്രിങ്ങിൻ്റെ കേസിൽ തന്നെ അത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. സിമ്പിൾ ഹാർമോണിക് മോഷനിലെ കൈനറ്റിക് എനർജി ഡിഫൈൻഡ് ആസ് ഹാഫ് എം വി സ്ക്വയർഡ്. വിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിരുന്നു. എന്തായിരുന്നു വിയുടെ എക്സ്പ്രഷൻ? എം ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർഡ് മൈനസ് എസ് സ്ക്വയർഡ് അല്ലെങ്കിൽ വൈ സ്ക്വയർഡ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടി എം ഒമേഗ സ്ക്വയർഡ് ഇൻറ്റു എ സ്ക്വയർഡ് മൈനസ് വൈ സ്ക്വയർഡ്. പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എ സ്ക്വയർഡ്. കെയുടെ എക്സ്പ്രഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഒമേഗ സ്ക്വയർഡ് ഈക്വൽ ടു കെ ബൈ എം ആണ്. സോ കെ ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർഡ് ആണ്. ഹാഫ് എം ഒമേഗ സ്ക്വയർഡ് വൈ സ്ക്വയർഡ്. ദാറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി. ഇനി കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? അങ്ങനെ ഒരു ചോദ്യം വന്നു എന്ന് വിചാരിക്കുക. കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ടോട്ടൽ സം എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. ഇങ്ങനെ റാ പോലെയുള്ള ഈ ഗ്രാഫ്, റാ പോലെയുള്ള ഗ്രാഫ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? കൈനറ്റിക് എനർജി. അതിൻ്റെ അർത്ഥം ഇതാണ് മീൻ പൊസിഷന്. മീൻ പൊസിഷനിൽ കണ്ടോ കൈനറ്റിക് എനർജി മാക്സിമമാണ്. എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി മിനിമം, പൊട്ടൻഷ്യൽ എനർജി ഈസ് മാക്സിമം. ഈ കൺസെപ്റ്റുകൾ നമ്മൾ ഓർത്തിരിക്കുക. വെലോസിറ്റി മാക്സിമം ആകുന്നത് എവിടെയാണ്? മീൻ പൊസിഷൻ. അതുകൊണ്ടാണ് കൈനറ്റിക് എനർജി മാക്സിമം മീൻ പൊസിഷനിൽ എന്ന് പറയാനുള്ള കാരണം. ഇനി ഒരു കാര്യം കൂടി, പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എഴുതിയല്ലോ. വാട്ട് ഈസ് കൈനറ്റിക് എനർജി? ഹാഫ് എം ഒമേഗ സ്ക്വയർഡ് ഇൻറ്റു എ സ്ക്വയർഡ് മൈനസ് വൈ സ്ക്വയർഡ്. പൊട്ടൻഷ്യൽ എനർജിയോ ഹാഫ് എം ഒമേഗ സ്ക്വയർഡ് വൈ സ്ക്വയർഡ് ആണ്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഹാഫ് എം ഒമേഗ സ്ക്വയർഡ് എ സ്ക്വയർഡ് മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർഡ് വൈ സ്ക്വയർഡ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർഡ് വൈ സ്ക്വയർഡ് ആയി. ഓക്കെ, അപ്പോൾ ഹാഫ് ഇത് രണ്ടും കൂടെ ആഡപ്പ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എം ഒമേഗ സ്ക്വയർഡ് വൈ സ്ക്വയർഡ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർഡ് എ സ്ക്വയർഡ്. ഈ എം ഒമേഗ സ്ക്വയർഡ് ക്യാൻസൽ ആയിപ്പോയി. ആ മിച്ചം എന്ത് വരും? വൈ ഈക്വൽ ടു എ ബൈ റൂട്ട് 2 എന്ന് കിട്ടും. യെസ്, വൈ ഈക്വൽ ടു എ ബൈ റൂട്ട് 2. അവിടെ വെച്ച് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആകുന്നു എന്നുള്ള കൺസെപ്റ്റും ഓർത്തിരിക്കുക. ഇതാണ് നമ്മളോടുള്ള ചോദ്യം. ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ when the displacement is 1/2 the amplitude, what fraction of total energy is potential energy എന്നാണ് നമ്മോടുള്ള ചോദ്യം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ നമ്മളിപ്പോൾ കണ്ടു. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഒമേഗ സ്ക്വയർഡ് ഇൻറ്റു വൈ സ്ക്വയർഡ് എന്നാണ് അല്ലേ. ദിസ് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി. What is total energy? Total energy remains constant. What is that? Half m omega squared into a squared. ഇതാണ് ടോട്ടൽ എനർജി. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ആശയം എന്താണ്? ഗീവൺ y ഈസ് 1/2 ഓഫ് ആംപ്ലിറ്റ്യൂഡ് ആണ്, a by 2 ആണ്. ഗീവൺ y ഈസ് ഇക്വൽ ടു a by 2 which implies that
പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഒമേഗ സ്ക്വയർഡ് ഇൻറ്റു a/2 ഓൾ സ്ക്വയർഡ്. അപ്പം നമുക്ക് എന്ത് പറയാം? 1/4 ടൈംസ് ഹാഫ് എം ഒമേഗ സ്ക്വയർഡ് ഇൻറ്റു a സ്ക്വയർഡ് ആണ്. That is the potential energy. So potential energy equal to 1/4 times half m omega squared a squared and the total energy. So total energy. So the fraction become 1/4. What fraction of total energy is potential energy? So potential energy is 1/4 times എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.25 ആണ്. So answer is option A ആണ്. A option. ഓക്കെ, നൗ സ്പ്രിംഗ് കോമ്പിനേഷൻസിനെ പറ്റിയാണ് ഇവിടെ നമുക്ക് കാണേണ്ടത്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ടൈം പീരീഡൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിരുന്നു. സ്പ്രിംഗ് കോമ്പിനേഷനിൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, രണ്ട് സ്പ്രിങ്ങുകൾ പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ കേസിൽ രണ്ട് സ്പ്രിങ്സ് ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ. പാരലിൻ്റെ കേസിൽ സ്പ്രിംഗ് കോൺസ്റ്റൻസ് Kp ഈക്വൽ ടു K1 പ്ലസ് K2. ഇനി ഇവ രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഈ കേസിൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് Ks ഈക്വൽ ടു K1 K2 ഡിവൈഡഡ് ബൈ K1 പ്ലസ് K2. ഇവിടെ പാരലിൻ്റെ കേസിൽ Kp ഈക്വൽ ടു K1 പ്ലസ് K2 ആണ്. ഇനി രണ്ട് സ്പ്രിങ്ങുകൾ ദാ ഇവിടെ പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, അത് ഇതിനോട് സീരീസ്. അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് എങ്ങനെ? ആദ്യം പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് Kp ഈക്വൽ ടു എങ്ങനെ പറയാം? K1 പ്ലസ് K1 ദറ്റ് ഈസ് ഈക്വൽ ടു 2K1. ആ 2K1ഉം K2 എന്ത് കണക്ഷനിലായി? ഇത് രണ്ടും സീരീസ് കണക്ഷനിലായി. അപ്പോൾ ഇക്വലൻറ്റ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇത് ഇവിടെ നമുക്ക് കിട്ടി. Ks ഈക്വൽ ടു K1 K2. അപ്പോൾ K1 2K1 K2 divided by 2K1 plus K2. That is the spring constant equivalent in that situation. അപ്പോൾ അതും നമ്മൾ പരിചയപ്പെട്ടു. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് വേവ് എന്ന് പറയുന്ന ഏരിയ. ആദ്യം ഒരു വേവ് റെപ്രസെൻറ്റേഷൻ, സൈൻ വേവ്. അപ്പോൾ ഒരു വേവ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു വേവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒരു വേവ്, സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, അതിൻ്റെ എൻ പോയിൻ്റ് എടുക്കുന്നു. അപ്പോൾ ആ ഒരു വേവിൽ രണ്ട് മാക്സിമം കാണിക്കുന്നു. അപ്പോൾ അതിൽ പോസിറ്റീവ് മാക്സിമം ക്രസ്റ്റ്, നെഗറ്റീവ് മാക്സിമം ട്രഫ്. ആ മാക്സിമത്തിന് പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ആ കൺസെപ്റ്റ് അറിയാം. അവിടെ നിന്നുള്ള ഫേസ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നു 2π ആണെന്ന് പറഞ്ഞു. കറസ്പോണ്ടിങ് ടൈം പീരീഡ് എത്രയാണ്? T. കറസ്പോണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത് ഒമേഗ. ഈ 2π ഫേസിനുള്ളിലെ വേവ് ലെന്ത് എന്ന് പറയുന്നതാണ് വേവ് ലെന്ത്. ഫേസ് എത്രയാണ്? 2π ബൈ ലാംഡ. ഇതിന് നമ്മളെ വിളിക്കുന്ന പേരാണ് K എന്ന് പറയും കേട്ടോ. K അതിന് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യും. വേവ് വെക്ടർ എന്ന് ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഒമേഗയായി Kയുമായി. ഇനി നമുക്ക് ഇവയുടെ റേഷ്യോ ഒന്ന് പരിശോധിക്കാം. ഒമേഗ ഈസ് ഈക്വൽ ടു 2π ബൈ T ആണ്. K ഈസ് ഈക്വൽ ടു 2π ബൈ ലാംഡയാണ്. ഒമേഗ ബൈ K എന്ന് പറയുന്നത് 2π ബൈ T ഇൻറ്റു ലാംഡ ഡിവൈഡഡ് ബൈ 2π ക്യാൻസൽ. റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ഈസ് ഫ്രീക്വൻസി എഫ് ലാംഡ ദറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഇതിന് വിളിക്കുന്ന പേരാണ് വേവ് വെലോസിറ്റി. വേവ് വെലോസിറ്റി. ഓക്കെ, അതിൽ ഒമേഗ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. ഈ y ഈക്വൽ ടു a സൈൻ ഒമേഗ ടി മൈനസ് KH ആണെന്നുണ്ടെങ്കിൽ പ്രൊപ്പഗേറ്റ് അലോങ് പോസിറ്റീവ് എസ് ഡയറക്ഷൻ ആണ് കേട്ടോ. വേവ് പ്രൊപ്പഗേറ്റ് അലോങ് പോസിറ്റീവ് എസ് ഡയറക്ഷൻ. എന്നാൽ y ഈക്വൽ ടു ഒമേഗ ടി പ്ലസ് KH ആണെന്നുണ്ടെങ്കിൽ പ്രൊപ്പഗേറ്റ് അലോങ് നെഗറ്റീവ് എസ് ഡയറക്ഷൻ ആയിരിക്കുക. നെഗറ്റീവ് എസ് ഡയറക്ഷൻ. ഓക്കെ, അടുത്തത് പാർട്ടിക്കിൾ വെലോസിറ്റി ആൻഡ് വേവ് വെലോസിറ്റി കൺസെപ്റ്റാണ്. പാർട്ടിക്കിൾ വേവ് വെലോസിറ്റി. അതിൽ പാർട്ടിക്കിൾ വെലോസിറ്റി a സൈൻ ഒമേഗ ടി മൈനസ് KH y ആണെങ്കിൽ പാർട്ടിക്കിൾ വെലോസിറ്റി ഡിഫറൻഷ്യൽ എടുത്താൽ മതി, dy/dt. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പാർട്ടിക്കിൾ വെലോസിറ്റി. ഓക്കെ, വേവ് വെലോസിറ്റി ഓൾറെഡി നമ്മൾ കണ്ടു, ഒമേഗ ബൈ K ആണ്. ഇനി ഒരു വേവിനുള്ളിൽ 2 ആൻറ്റി നോഡുകളും 3 നോഡുകളും ഉണ്ടാവും.
ഇതേ നോക്കിക്കേ, ഒരു വേവ്, അതിൽ ഫസ്റ്റ് സെക്കൻഡ് 2 ആൻറ്റി നോഡ്. എത്ര നോഡുണ്ട്? 1 2 3 3 നോഡുകൾ. എന്താണ് നോഡ്, ആൻറ്റി നോഡ്? നോഡ് ആർ പോയിന്റ്സ് വേർ ആംപ്ലിറ്റ്യൂഡ് ഈസ് 0. നോഡ് ആംപ്ലിറ്റ്യൂഡ് 0 ആവുന്നത് നോഡ്, മാക്സിമം ആവുന്നത് ആൻറ്റി നോഡ്. സ്റ്റേഷനറി വേവ്, സൂപ്പർ പൊസിഷൻ ഓഫ് 2 ഐഡൻറ്റിക്കൽ വേവ്സ്, പ്രത്യേകത ട്രാവലിംഗ് വിത്ത് സെയിം സ്പീഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതാണ് സ്റ്റാൻഡിങ് വേവ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ്. അതിൻ്റെ ഇക്വേഷൻ T(2a cos 2pi by lambda x into sin 2pi by lambda omega ft). അടുത്ത വേവ് ഇക്വേഷൻ ഫോർ എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ കേസിലെ വേവ് ഇക്വേഷൻ കണ്ടുപിടിക്കാം. വെലോസിറ്റി ഈക്വൽ ടു ft ഡിവൈഡഡ് ബൈ tension of the string divided by mu. mu means mass per unit length ആണ് mu എന്ന് പറയുന്നത്, mass per unit length. അപ്പോൾ ഒരു സ്ട്രിങ് L ലെങ്തിൽ പല വേവുകൾ ഉണ്ടാവാം. ഒരു വേവിൻ്റെ ലെന്താണ് വേവ് ലെന്ത്. യെസ്, അത്രയും കാര്യങ്ങൾ അവിടെ നമ്മൾ ഓർത്തിരിക്കുക. ഇനി നമ്മോടുള്ള ചോദ്യം, എ ട്രാൻസ്വേഴ്സ് വേവ് പറഞ്ഞിട്ടുണ്ട്, പ്രൊപ്പഗേറ്റിംഗ് സ്ട്രെച്ചിൽ മാസ് പെർ യൂണിറ്റ് ലെന്ത് നമുക്ക് തന്നിട്ടുണ്ട് mu 32 gram per meter. ടെൻഷൻ ഇൻ ദി സ്ട്രിങ്ങും തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് ദി വേവ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. സ്പീഡ് ഓഫ് ദി വേവ് കാൽക്കുലേറ്റ് ചെയ്യണം. സ്പീഡ് ഓഫ് ദി വേവ് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു, റൂട്ട് ഓഫ് ടെൻഷൻ ഡിവൈഡഡ് ബൈ mu ആണ്. അപ്പോൾ റൂട്ട് ഓഫ് ടെൻഷൻ 80 ആണ്. mu എന്ന് പറയുന്നത് 32 gram, 32 ഇൻറ്റു 10⁻³ കിലോഗ്രാമിലേക്ക് മാറുന്നു. യെസ്, റൂട്ട് ഓഫ് 80/32 ഇൻറ്റു 10⁻³ ആയി അല്ലേ. 80/32 എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 2.5. 2.5 ഇൻറ്റു 10⁻³ that is 2500 and which is equal to 50. So answer റൂട്ട് എടുത്തു കഴിയുമ്പോൾ 50. ആൻസർ ഓപ്ഷൻ ഇ ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ബീറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറസ്പോണ്ടിങ് ബീറ്റ് ഫ്രീക്വൻസി, ഡിഫറൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് വേവുകളുടെ ഫ്രീക്വൻസി, സൂപ്പർപോസിങ് വേവിൻ്റെ ഫ്രീക്വൻസിയാണ് ബീറ്റ് ഫ്രീക്വൻസി. ആ ബീറ്റ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ടു വേവ് നമ്മളോട് ചോദിച്ചിരിക്കുന്നു. ടു വേവ് ട്രെയിൻസ് അപ്രോച്ചിങ് ഈച്ച് അതർ, y1 ഈക്വൽ ടു a sin 200πt. അപ്പോൾ ω1 എന്ന് പറയുന്നത് 200π ആണ്. അതിൽ നിന്ന് v1 എന്ന് പറയുന്നത് എത്ര വരും? യെസ്, വിച്ച് ഈസ് ഈക്വൽ ടു 100 ആണ്. കറസ്പോണ്ടിങ് ω2 ν1 ആണ്. ν1 ഇവിടെ ω2 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 208π ആണ്. കറസ്പോണ്ടിങ് ν2 എന്ന് പറയുമ്പോൾ നേർ പകുതി 104 ആണ്. ω2πf അല്ല ന്യൂ. അപ്പോൾ ആ 2π ക്യാൻസലായിട്ട് പോകുന്നു, 104. അപ്പം നമുക്ക് ബീറ്റ് ഫ്രീക്വൻസി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ബീറ്റ് ഫ്രീക്വൻസി ഈക്വൽ ടു ν2 മൈനസ് ν1, നമ്പർ ഓഫ് ബീറ്റ്സ് പെർ സെക്കൻഡ്. സോ 104 മൈനസ് 100 ദറ്റ് ഈസ് ഈക്വൽ ടു 4. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് +1 ഫിസിക്സിലെ ഏറ്റവും അവസാനത്തെ 5 ചാപ്റ്ററുകൾ, നമ്മുടെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ മുതൽ ഏറ്റവും അവസാനത്തെ വേവ്സ് വരെയുള്ള ചാപ്റ്ററുകളാണ്. കടന്നു വരുന്ന കീം എൻട്രൻസ് പരീക്ഷ ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങുവാനും നല്ല വിജയം നേടുവാനും എല്ലാവർക്കും സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു.